വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ഗ്രീൻ ബീൻസ് കറി വെച്ചാലോ. അതിനായി ഒരു 1.5 കപ്പ് ഗ്രീൻ ബീൻസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിരുന്നു. രാവിലെ ആയപ്പോഴേക്കും കടലയെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവയൊന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന 1.5 കപ്പ് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായവ സബോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. ഇവയെല്ലാം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കനം കുറഞ്ഞ് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചൂടാക്കി ഇട്ട് കൊടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമുക്കിവയൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മല്ലിപ്പൊടിയുടെ മണമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും കൂടിയൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അഥവാ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ ചേർത്ത് കുക്കറിലിട്ട് വിസിലടിച്ചതിന് ശേഷമുള്ള രൂപമാണിത്. ഇനി നമുക്ക് കറി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറിയെല്ലാം ഒന്ന് കുറുകി സെറ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കറി കാച്ചി ഒഴിക്കാം. ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു മുരിഞ്ഞ പരുവമാകുമ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറായിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ്. ഇപ്പോൾ നമ്മളുടെ ഗ്രീൻ ബീൻസ് കറി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.